ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ വിൻ ചെയ്ത് ബോഡി ബിൽഡറും സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനറും നടനുമായ ജിൻഡോയാണ്. എന്നാൽ അർഹതയോ ക്വാളിറ്റിയോ ഇല്ലാത്ത വ്യക്തിക്കാണ് 6ാം സീസണിൻ്റെ കപ്പ് കിട്ടിയതെന്ന അഭിപ്രായം ബിഗ് ബോസ് പ്രേക്ഷകർക്കും മുൻ മത്സരാർത്ഥികൾക്കുമുണ്ട്. ഇപ്പോഴത്തെ തന്നെക്കുറിച്ച് പരക്കുന്ന ആരോപണങ്ങൾക്ക് എതിരെയും വിവാഹം മുടങ്ങാനുള്ള കാരണവും വെളിപ്പെടുത്തുകയാണ് ജിൻഡോ. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലാണെന്നും ബിഗ് ബോസ് കഴിഞ്ഞാൽ വിവാഹമുണ്ടെന്നും ഷോയിലായിരുന്നപ്പോൾ ജിൻഡോ പറയാറുണ്ടായിരുന്നു. എന്നാൽ ജിൻഡോയുടെ പേരിൽ വിവിധ കേസുകൾ വന്നതോടെയാണ് വിവാഹം മുടങ്ങിയതെന്ന പ്രചാരം. മണ്ടനായ വ്യക്തിക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ കപ്പ് കൊടുത്തു എന്ന് പറയുന്നവർ പറയട്ടെ. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതികരിക്കാനോ മിണ്ടാനോ പോകേണ്ട കാര്യമില്ല. ഞാൻ ബിഗ് ബോസ് ജയിച്ചു, കപ്പടിച്ചു, എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി എന്നെക്കുറിച്ച് ഞാൻ മണ്ടനാണെന്നൊക്കെ എത്ര പറഞ്ഞാലും കിട്ടിയ കപ്പ് തിരികെ മേടിക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് കിട്ടിയ സമ്മാനത്തുകയും മേടിക്കാൻ പറ്റില്ലല്ലോ. ഇതെല്ലാം എൻ്റെ കയ്യിലിരിക്കുന്ന സാധനങ്ങളാണ്. ഇനി എന്നെ കുറ്റം പറയുന്നവരോട് എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ വിന്നർ കപ്പ് പിടിച്ച് ഫോട്ടോ എടുത്തിട്ട് പോകാൻ അനുവാദമുണ്ട്. അത്രമാത്രമേ എനിക്ക് സഹിക്കാൻ പറ്റൂ. അല്ലാതെ വേറൊന്നും പറ്റില്ല. എന്നെ വേദനിപ്പിക്കുന്ന 2 പേർ സിജോയും സായി കൃഷ്ണയുമാണ്. പക്ഷേ ഇപ്പോൾ പറയാറില്ല. എന്തുപറ്റി? കാരണം എന്താണെന്നറിയില്ല. കൂടോത്രം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കർത്താവുണ്ടെങ്കിൽ പിശാചുമുണ്ട്, അത് ഉറപ്പാണ്. അവർ 2 പേരും ചെയ്യുന്ന പ്രവൃത്തി ഒന്നാണ്. കാരണം പള്ളിയിൽ നിരന്തരമായി പ്രാർത്ഥിക്കുന്നവർക്കും കഷ്ടകാലം വരാറുണ്ടല്ലോ. പിന്നെ എനിക്കെതിരെ ആര് കൂടോത്രം ചെയ്തിട്ടും കാര്യമില്ല. കാരണം എല്ലാവരും കരുതുന്ന പോലെ ഞാൻ തിരിച്ചു പോയിട്ടില്ല. ഞാൻ തന്നെയാണ് രാജാവ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും, ജിൻഡോ പറഞ്ഞു. ഈ ലോകത്ത് വിവാഹേതര ബന്ധങ്ങൾ അഥവാ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഇല്ലാത്തവർ കുറവായിരിക്കും. കന്യകനായിട്ടുള്ള ഒരാണിനെയും പെണ്ണിനെയും കെട്ടാൻ കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട. 10% ഇങ്ങനെയല്ലാത്ത ആളുകളുണ്ടാവും. ഇത് കേട്ട് ചിലപ്പോൾ വീട്ടിലിരിക്കുന്ന അമ്മമാർ ചിലപ്പോൾ നമ്മളെ അടിക്കും. സെക്സ് ചെയ്തു എന്ന് കരുതി ലൈഫ് കൊടുക്കരുത്. സെക്സ് വേറെ, ലൈഫ് വേറെ. അതാണ് ഇന്ന് പിള്ളേർ ഇവിടെ ചെയ്യുന്നത്. വളർന്നു വരുന്ന തലമുറയുടെ കാര്യമാണ് പറയുന്നത്. പ്രണയിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരിക്കും. അയാൾ അറ്റാച്ച്ഡ് ആണെന്ന് മനസ്സിലാകുമ്പോൾ മറ്റേയാൾ അതിൽ നിന്നും ഊരിപ്പോകാൻ ശ്രമിക്കും. വിവാഹം നടത്താനായി എല്ലാം ഒരുക്കി കാറ്ററിംഗുകാരെ വരെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ വിവാഹം നടന്നില്ല. ആ പെൺകുട്ടി കല്യാണത്തിന് വേണ്ടി വിദേശത്തു നിന്നും വന്നിരുന്നു. കല്യാണത്തിന് 10 ദിവസം മുമ്പാണ് വന്നത്. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ സ്ത്രീയെക്കുറിച്ച് അറിഞ്ഞത് വളരെ മോശമായ കാര്യങ്ങളാണ്. എനിക്ക് കിട്ടിയ ന്യൂസും ഫോണിൽ വന്ന സാധനങ്ങളും അത്ര മോശമായ കാര്യമായിരുന്നു. അത് എടുത്തു കാണിച്ചു തരുന്നില്ല. കാരണം ഞാൻ 3 വർഷം ആ വ്യക്തിയെ സ്നേഹിച്ചിരുന്നു. ആ പെണ്ണ് എന്നെ ഉപേക്ഷിച്ച് പോയതാണെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ ഇറക്കി വിട്ടാൽ ഞാൻ പിന്നെ കിങ്ങാണ്. ഞാനായി ഒരു പെണ്ണിൻ്റെ കുടുംബം കളയരുത് എന്നതുകൊണ്ടാണ് ഒന്നും പുറത്തുവിടാത്തത്. ആ സ്ത്രീ വേറെ കല്യാണം കഴിച്ചു. 3 വർഷം പ്രണയിച്ചു. നേരിട്ട് കണ്ടില്ലെങ്കിലും മാനസികമായി വലിയൊരു അടുപ്പമുണ്ടായിരുന്നു. 10 ലക്ഷം തരാം, പെണ്ണിൻ്റെ ഫോട്ടോ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചവർ വരെയുണ്ട്. പൈസയ്ക്ക് വേണ്ടി ചതിക്കുന്നയാളല്ല ഞാൻ എന്നുമാണ് ജിൻഡോ പറയുന്നത്.